ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കാര്യം പറഞ്ഞുതരാനാണ് വന്നത്. എന്താന്ന് പറഞ്ഞാൽ ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തെ അധികരിച്ചിട്ട് ഒരു ലഘു ഉപന്യാസം ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ലഘു ഉപന്യാസം എങ്ങനെ എഴുതാം? ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ എഴുതാം നമുക്ക് നോക്കാം. കേരളീയ ഇതിഹാസ പഠനേ അത്യന്തം സഹായക ഗ്രന്ഥോ അസ്തി ഹോർത്തൂസ് മലബാറിക്കസ്. കേരളത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ അത്യന്തം സഹായകരമായിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് എന്ത്? ഹോർത്തൂസ് മലബാറിക്കസ്. തസ്മിൻ ഗ്രന്ഥേ കേരളീയ സസ്യവിജ്ഞാനം അധികൃത്യ വിവൃണോതി. ഇതിൽ കേരളീയ സസ്യവിജ്ഞാനത്തെക്കുറിച്ചിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഡച്ച് സൈനികസ്യ ഹെൻറിക് വാൻ റീഡ് മഹാഭാഗസ്യ പരിശ്രമഫലോയം ഗ്രന്ഥ. ഡച്ച് സൈനികനായിട്ടുള്ള ഹെൻറിക് വാൻ റീഡ് മഹാഭാഗന്റെ പരിശ്രമത്തിന്റെ ഫലമാണ് ഈ ഗ്രന്ഥം. അസ്യ രചനായൈ ബഹവഃ കേരളീയ പണ്ഡിതാः സഹായം ദത്തവന്തः. എന്നാണ് ഈ ഗ്രന്ഥത്തിന്റെ രചനയ്ക്കായിട്ട് ഒരുപാട് കേരളീയ പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? സഹായം നൽകിയിട്ടുണ്ട്. തേഷു പ്രമുഖോ അസ്തി ഇട്ടി അച്യുതൻ. അതിൽ പ്രമുഖനായിട്ടുള്ള ആളാണ് ആര്? ഇട്ടി അച്യുതൻ എന്ന അദ്ദേഹം. ഔഷധസസ്യാനാം രേഖാചിത്രം വിലിഖ്യ വിവിധാസു ഭാഷാസു തേഷാം നാമാനി ച അസ്മിൻ ഗ്രന്ഥേ ഉല്ലിഖിതാനി സന്തി. എന്താണ്? ഔഷധസസ്യങ്ങളുടെ രേഖാചിത്രം എടുത്തിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാഷകളിൽ എന്താണ് ഇതിൽ ഗ്രന്ഥത്തിൽ ഉല്ലിഖിതമായിട്ടുണ്ട്, നൽകിയിട്ടുണ്ട് എന്നർത്ഥം. ഏവം മലയാള ലിപി ഇതം പ്രഥമതയാ അസ്മിന്നേവ ഗ്രന്ഥേ മുദ്രിത അഭവത്. ഇപ്പോൾ മലയാള ലിപി ആദ്യമായിട്ട് മുദ്രണം ചെയ്തിരിക്കുന്ന ഏതിലാണ്? ഈ ഗ്രന്ഥത്തിലാണ്. അയം ഗ്രന്ഥ ദ്വാദശ ഭാഗേഷു വിഭക്ത. ഈ ഗ്രന്ഥം 12 ഭാഗങ്ങളിലായിട്ടാണ് വിഭക്തമായിട്ടുള്ളത്. ഇതാനും മലയാള ആംഗല ഭാഷയോഹോ അയം ഗ്രന്ഥ ഉപലഭ്യത. ഇപ്പോൾ മലയാളത്തിലും ഇംഗ്ലീഷ് ഭാഷയിലും ഈ ഗ്രന്ഥം ലഭിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഹോർത്തൂസ് മലബാറിക്കസിനെ പറ്റി ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് മക്കൾ, തീർച്ചയായിട്ടും ഇത് പഠിക്കുക. എന്താ പറയുക, ചോദിച്ചാൽ തീർച്ചയായിട്ടും എഴുതുക. ഇത് ചോദിക്കും എന്ന് എനിക്ക് തോന്നലുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ വന്നത്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.